സംസ്ഥാന പദവി നഷ്ടപ്പെട്ട ശേഷം ജമ്മു കാശ്മീരിൽ ആദ്യ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. പിന്നാലെ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിനാണ് വിജയസാധ്യത കൽപ്പിക്കുന്നത്. എങ്കിലും BJPയെ പൂർണ്ണമായും തള്ളിക്കളയാനാവില്ലെന്ന നിരീക്ഷണങ്ങളും രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ശക്തമാണ്. എക്സിറ്റ് പോളുകൾ വന്നതോടെ ശക്തമായ തന്ത്രങ്ങളാണ് BJP കൂടാരത്തിൽ ഒരുങ്ങുന്നതെന്നാണ് വിവരം. 5 MLA-മാരെ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാനുള്ള തിരക്കിട്ട നീക്കം ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നടത്തുന്നത് ഈ തന്ത്രങ്ങളുടെ ഭാഗമായാണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. 8-നാണ് ജമ്മു കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നത്. ജമ്മു കാശ്മീർ റീ ഓർഗനൈസേഷൻ നിയമം കൂട്ടുപിടിച്ചാണ് ഗവർണറുടെ നീക്കം. നിയമസഭയിലേക്കുള്ള വനിതാ പ്രാതിനിധ്യം പര്യാപ്തമല്ലെന്ന് തോന്നിയാൽ 2 അംഗങ്ങളെ ലഫ്റ്റനന്റ് ഗവർണർക്ക് നാമനിർദ്ദേശം ചെയ്യാമെന്നാണ് ജമ്മു കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിക്കൊണ്ടുള്ള 2019-ലെ പുനഃസംഘടനാ നിയമം പറയുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ അവതരിപ്പിച്ച ഈ ഭേദഗതിയുടെ ചുവട് പിടിച്ച് 3 അംഗങ്ങളെ കൂടി നാമനിർദ്ദേശം ചെയ്യാനാണ് ഇപ്പോൾ ഗവർണറുടെ നീക്കം. ഒരു സ്ത്രീ ഉൾപ്പെടെ 2 കാശ്മീരി പണ്ഡിറ്റുകൾ, പാക് അധിനിവേശ കശ്മീരിൽ നിന്ന് പലായനം ചെയ്തവരിൽ നിന്ന് ഒരാളെ എന്നിങ്ങനെ 3 പേരെയാണ് നാമനിർദ്ദേശം ചെയ്യുക. അങ്ങനെ വന്നാൽ 90 MLA-മാർക്ക് പുറമെ കേന്ദ്ര താൽപര്യപ്രകാരം 5 പേർ കൂടി നിയമസഭയിൽ അധികമായെത്തും. എന്നാൽ നാമനിർദ്ദേശം ചെയ്യുന്നവർക്ക് വോട്ടവകാശം ലഭിച്ചാൽ സഭയുടെ അംഗബലം 95 ആകും. അത് BJPക്ക് വലിയ മുതൽക്കൂട്ടാകും. 48 അംഗങ്ങളുടെ പിൻബലമുണ്ടെങ്കിൽ കേവല ഭൂരിപക്ഷം ലഭിക്കും. BJPക്ക് തെരഞ്ഞെടുപ്പിൽ 43 പേരുടെ പിന്തുണ ലഭിച്ചാൽ എളുപ്പത്തിൽ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാനും സാധിക്കും. നീക്കത്തെ എതിർത്ത് ഇന്ത്യ സഖ്യം രംഗത്ത് വന്നിട്ടുണ്ട്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർക്ക് സഭയിൽ വോട്ടവകാശം കൂടി അനുവദിച്ച് ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാനുള്ള നീക്കമാണ് ലഫ്റ്റനന്റ് ഗവർണർ നടത്തുന്നതെന്ന് ഇന്ത്യ സഖ്യത്തോടൊപ്പം PDPയും ആരോപിച്ചു. ഇതിനെതിരെ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കാനാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ തീരുമാനം. എന്നാൽ സംഭവത്തിൽ BJPയും ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസും പ്രതികരിച്ചിട്ടില്ല. നാഷണൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് ശരാശരി 35-50 സീറ്റുകൾ വരെയാണ് വിവിധ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. BJPക്ക് 23-34 സീറ്റുകളും PDPക്ക് 4 മുതൽ 12 വരെ സീറ്റ് വരെയാണ് പ്രവചനം. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ PDPയേക്കാൾ നേട്ടമുണ്ടാക്കുമെന്നും പ്രവചനമുണ്ട്. ശരാശരി 4 മുതൽ 23 സീറ്റുകൾ വരെ നേടാം. ഒറ്റയ്ക്ക് ഭരിക്കാൻ 44 സീറ്റ് വേണം. ഒറ്റയ്ക്കൊരു പാർട്ടിക്കും ഭൂരിപക്ഷമില്ലാത്ത സഖ്യ സർക്കാരിനാണ് പ്രവചനങ്ങളിൽ മുൻതൂക്കം.